നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് റഷ്യൻ സന്ദർശനത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി. പല ചർച്ചകളുമാണ് രാജ്യങ്ങൾ തമ്മിൽ നടപ്പിലാക്കാൻ പോകുന്ന പല പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ചകളും എല്ലാം തന്നെ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, സമാധാനത്തിനായുള്ള പുതുക്കിയ ആഹ്വാനത്തിൽ ഉക്രൈനുമായുള്ള സംഘർഷം ചർച്ചകളിലൂടെ പരിഹരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് അഭ്യർത്ഥിച്ചു എന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. ദീർഘകാല പ്രശ്നങ്ങൾക്ക് യുദ്ധം പരിഹാരമല്ലെന്നും വൃത്തങ്ങൾ ചൊവ്വാഴ്ച വാർത്താ ഏജൻസിയായ ANAയോട് പറഞ്ഞു. യുദ്ധഭൂമിയിൽ ഒരു പരിഹാരവുമില്ല, ചർച്ചയും നയതന്ത്രവുമാണ് മുന്നോട്ടുള്ള വഴി, പ്രധാനമന്ത്രി പുടിൻ അറിയിച്ചു. പ്രാദേശിക അഖണ്ഡതയും പരമാധികാരവും ഉൾപ്പെടെ UN ചാർട്ടറിനെ മാനിക്കുന്നതിലുള്ള നിലപാട് ഇന്ത്യ നിലനിർത്തുന്നുവെന്നും വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. G7 ഉച്ചകോടിക്കൂടെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ഒരു മാസത്തിനുള്ളിൽ പുടിനോടുള്ള പ്രധാനമന്ത്രി മോദിയുടെ അഭ്യർത്ഥനയാണിത്. ആകസ്മികമായി 2022-ൽ മോസ്കോയും കൈവും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചതിനു ശേഷം പ്രധാനമന്ത്രി മോദിയുടെ ആദ്യ റഷ്യൻ സന്ദർശനമാണ് ഇത്തവണത്തേത്. സന്ദർശനം പൂർത്തിയാക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി പുടിനുമായി ചർച്ച നടത്തും. ഇരു നേതാക്കളും 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ സഹ അധ്യക്ഷനാകും. അവിടെ വ്യാപാരം, ഊർജ്ജം, പ്രതിരോധം എന്നിവയിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യും. അതേസമയം ഉക്രൈനെതിരെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് റഷ്യ. ഇന്നും കീവിലെ കുട്ടികളുടെ ആശുപത്രിയിൽ അടക്കം റഷ്യ മിസൈൽ ആക്രമണം നടത്തി. മാസങ്ങളായി തുടരുന്ന മാരകമായ വ്യോമാക്രമണത്തിൽ 41 സിവിലിയന്മാരെങ്കിലും കൊല്ലപ്പെട്ടു. ഇത് ഭയാനകമായിരുന്നു. എനിക്ക് ശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ കുഞ്ഞിനെ മൂടാൻ ശ്രമിക്കുകയായിരുന്നു. അയാൾക്ക് ശ്വസിക്കാൻ ഈ തുണി കൊണ്ട് അവനെ മൂടാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു അപകടം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ദൃക്സാക്ഷി പറഞ്ഞിരിക്കുന്നത്. നാറ്റോ ഉച്ചകോടിക്കായി വാഷിംഗ്ടണിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് പോളണ്ടിൽ എത്തിയ ശേഷം പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി 3 കുട്ടികൾ ഉൾപ്പെടെ മരണസംഖ്യ 37 ആണെന്നും പ്രഖ്യാപിച്ചു. 170-ലധികം പേർക്കാണ് പരിക്കേറ്റതായിട്ട് വ്യക്തമാകുന്നത്. എന്നാൽ വിവിധ പ്രദേശങ്ങളിൽ ആക്രമണം നടന്ന സ്ഥലങ്ങളിൽ നിന്ന് മരിച്ചവരുടെ എണ്ണം കുറഞ്ഞത് 41 ആണ്. കുട്ടികളുടെ ആശുപത്രിയും കൈവിലെ ഒരു പ്രസവ കേന്ദ്രവും കുട്ടികളുടെ നഴ്സറികളും ഒരു ബിസിനസ് സെന്ററും വീടുകളും ഉൾപ്പെടെ 100-ലധികം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി സെലൻസ്കി പറഞ്ഞു. റഷ്യൻ ഭീകരർ ഇതിന് ഉത്തരം നൽകണം, അദ്ദേഹം എഴുതി. ആകുലപ്പെടുന്നത് ഭീകരതയെ തടയില്ല, അനുശോചനം ഒരു ആയുധമല്ല. മധ്യനഗരമായ ക്രിവി റിഹ്, ഡിനിപ്രോ എന്നിവിടങ്ങളിലും 2 കിഴക്കൻ നഗരങ്ങളിലും നാശനഷ്ടമുണ്ടായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. യുദ്ധത്തിലെ ഏറ്റവും മോശമായ വ്യോമാക്രമണത്തിന് സർക്കാർ ചൊവ്വാഴ്ച ദുഃഖാചരണം പ്രഖ്യാപിച്ചു. അത് ഉക്രൈന് പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്ന് അടിയന്തരമായി വ്യോമ പ്രതിരോധം നവീകരിക്കേണ്ടതുണ്ടെന്നും ഇത് തെളിയിച്ചു. 38 മിസൈലുകൾ, 30 എണ്ണം വ്യോമ പ്രതിരോധം വെടിവെച്ചിട്ടതായും വ്യോമസേന അറിയിച്ചിട്ടുണ്ട്. ഏതായാലും റഷ്യയിൽ സന്ദർശനം നടക്കുന്നതിനിടെ ശക്തമായ ആക്രമണമാണ് റഷ്യ ഉക്രൈനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.